ആഹാ എണീറ്റ ഇപ്പൊ ഉറക്കിട്ടങ്ങ് പോയല്ലേ ഉള്ളൂ. എന്താ ഉറങ്ങാത്ത? ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്. വാവോ വാവേ. എന്താണ് ഉറക്കൊന്നുമില്ലേ? ചേച്ചി പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ വേറെ പാട്ട് പാടിത്തരാം കേട്ടോ. ലച്ചു ലച്ചു മോളെ എന്തോന്ന് അമ്മൂമ്മ നല്ലൊരു സ്വപ്നം കണ്ടു ഉറങ്ങുവായിരുന്നു. എന്തിനാണ് വിളിച്ചെണീപ്പിച്ച്? സ്വപ്നോ? എന്ത് സ്വപ്നമായിരുന്നു? അത് കല്ലൂസ് കുഞ്ഞായിരുന്നപ്പോഴേ ഞാൻ അവളെ നോക്കുന്ന സ്വപ്നം കാണുമായിരുന്നു. അയ്യോ, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാ ഭേദം. എന്തൊരു കരച്ചിലായിരുന്നു കൊച്ചുനാളി അവള്, ഇല്ലയോ? ഇപ്പോഴും കരച്ചില് തന്നെയല്ലേ. ആരാരും അമ്മ പറയണ? കല്ലൂന്റെ കാര്യം വേറെ ആര്? കല്ലു പറഞ്ഞു തരൂ. എന്റെ പൊന്നോ, എന്തൊരു കീറ്റലായിരുന്നു ചെറുതില്. അവള് മാത്രോ? പാറു പക്ഷെ പാറു പിന്നെ ഭേദം ഉണ്ടായിരുന്നു കേട്ടാ. കല്ലുവിന്റെ കരച്ചിൽ പറഞ്ഞ എന്റെ പൊന്നളിയ, ഞാൻ രാത്രി പറവണ നല്ലോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ഉറങ്ങാൻ പറ്റാതെ. കൊറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. ലച്ചുവിന്റെ പ്രായത്തിലും ലച്ചു അതുപോലായിരുന്നു. എന്തൊരു കരച്ചിലായിരുന്നു. കരച്ചിൽ തുടങ്ങിയ പിന്നെ നിർത്തത്തേ ഇല്ലായിരുന്നു. സിദ്ധുവിന് പിന്നെ കല്ലൂനെ നോക്കിയ അനുഭവം ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. എന്റെ പൊന്നു ലച്ചു, ആ സമയത്ത് എനിക്ക് വരാൻ പറ്റണ്ടേ? ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ എന്തോരം ആഗ്രഹിച്ചാന്ന്. ലോകത്തിലെ ഒരുമാതിരിപ്പെട്ട സ്ത്രീകളുടെ ഒക്കെ അവസ്ഥ അങ്ങനൊക്കെ തന്നെയാ. എന്താ അമ്മൂമ്മ അങ്ങനെ ചോക്ക്? അപ്പൂപ്പൻ ആ സമയം അമ്മൂമ്മയുടെ കൂടെ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു, എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ യാത്ര പോകത്തില്ലായിരുന്നു. അത് കാശുണ്ടാക്കുള്ള ഓട്ടോ അല്ലേ. ലച്ചു, ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നതേ എനിക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ കല്ലൂസിനെ നോക്കുന്നത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു അല്ലേ? രസോ? ഒരു രസവും ഇല്ല. കല്ലൂസാണെങ്കിലും ഏത് കുഞ്ഞാണെങ്കിലും ആദ്യത്തെ ഒരു 5-6 മാസം ഭയങ്കര കഷ്ടപ്പാടാ. കഷ്ടപ്പാടാ? കല്ലൂസിനെ പൊട്ടുതൊട്ട് കൊടുക്കുന്നു, കല്ലൂസിനെ എണീപ്പിക്കുന്നു, കല്ലൂസിനെ കുളിപ്പിക്കുന്നു, താരാട്ട് പാട്ട് പാടി കൊടുക്കുന്നു. ഇതൊക്കെ എനിക്ക് രസമായിട്ടോ തോന്നുന്നു. തോന്നലല്ലേ? അത് അനുഭവിച്ചവർക്കേ അതിന്റെ കഷ്ടപ്പാട് അറിയത്തുള്ളൂ, അല്ല അമ്മമ്മ? പിന്നെ അല്ലാതെ. ആലോചിക്കുമ്പോഴേ എനിക്ക് ആ സമയമൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഓ, മിസ് ചെയ്യുന്നുണ്ടല്ലേ അതൊക്കെ? പിന്നെ ആ അളിയോ, ആ അളിയൻ ബാ ബാ ബാ, ഇങ്ങ് ബാ. എന്താടാ? ഓടി വാ. എന്തുവാടാ? ഇതെന്തുവാ? പാവാ. ആ പാവല്ലേ, പാവ. അളിയ അളിയ എന്തുവായിരുന്നു നേരത്തെ പറഞ്ഞത്? അളിയനെ ലച്ചേച്ചിയുടെ പ്രസവകാലം മിസ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അതേപോലെ തന്നെ പ്രസവം എന്തോ ഈസി പരിപാടിയാണെന്നെന്തോ പറഞ്ഞില്ലേ? അത് ഞാനിപ്പോ പറഞ്ഞു. ചുമ്മാ അനാവശ്യം പറയണത് കേട്ടോ. സോറി സോറി സോറി, അത് അളിയൻ പറഞ്ഞല്ലേ, ഞാൻ വേറെ എവിടുന്നു കേട്ടതാ. ആ വിട്ടേക്ക്, എടാ, ഈ പാവ എന്തിനാ? ഇതോ? ഇത് പാവയല്ല, ഇതാണ് വാവ, നമ്മുടെ കല്ലു വാവ. ആ കല്ലു 4 മാസം ഉള്ളപ്പോ, 3 മാസം ഉള്ളപ്പോ, 2 മാസം ഉള്ളപ്പോ ആ ഒരു പരുവം, അതാണിത്. അളിയാ, അളിയൻ പറഞ്ഞില്ലായിരുന്ന അളിയന് കല്ലുവിന് 2 മാസം ഉള്ളപ്പോ ഒക്കെ നോക്കാൻ പറ്റിയില്ല, ശുശ്രൂഷിക്കാൻ പറ്റില്ല, അത് അളിയൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ? ആ അപ്പൊ ഇതങ്ങോട്ട് പിടിച്ചേ.
ഐ മീൻ കല്ലൂനെ കൊണ്ട് പിടിച്ചേ. നമ്മുടെ കല്ലു. ആ ഇത് ഇത് കല്ലൂസ്. ആ കല്ലൂനെ എങ്ങനെയാണ് പിടിക്കുന്നത്? ശ്രദ്ധിക്കണമായിരിക്കും. ശ്രദ്ധിക്കണം. വിരല തലയിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ തല. അപ്പൊ കറക്റ്റ് കല്ലൂസ്. ആ കല്ലൂസ്. കൊച്ചിന്റെ മൂക്കിൽ തട്ടണ വേറൊരു കാര്യം. അളിയൻ ആ സമയത്ത് ചെയ്യാൻ പറ്റായിരുന്ന കാര്യങ്ങളൊക്കെ അളിയൻ ഇപ്പൊ ചെയ്യാം. അതായത് കുഞ്ഞിനെ രാവിലെ എണീപ്പിക്കണം, കുഞ്ഞിനെ കുളിപ്പിക്കാം, കുഞ്ഞിനെ പല്ല് ഏൽപ്പിക്കാം. അല്ല പല്ലായില്ല, അതുകൊണ്ട് കണ്ണ് എഴുതാം, പൊട്ട് തൊടാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ സൂക്ഷിച്ചു കൊച്ച്. ഇതൊക്കെ ഞാൻ ചെയ്യണം. கேசு எதுக்குடா இதெல்லாம் செய்யணும்? ചുമ്മാ ഫൺ. അളിയനല്ലേ പറഞ്ഞ അളിയന് മിസ് ചെയ്യണം. അളയടാ പോടാ ചുമ്മാ കളിപ്പിക്കാതെ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ കളിപ്പിക്കൊന്നുമില്ല. എപ്പടി അത് കാര്യത്തിൽ അർത്ഥമില്ല. താരാട്ട് പാട്ട് പാടി ഉറക്കണം. ആരാട്ട് പാട്ട് പാടണോ? കല്ലൂച്ചിന് ചാചാട്ട് വാച്ച് കേക്കോ. മുത്ത് ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ. കൊച്ചിറങ്ങി കൊച്ചിറങ്ങി കൊച്ചുണങ്ങി. എവിടെ കണ്ണും വിളിച്ച് കിടക്കുന്നു? ഇതാണോ ഉറങ്ങിയത്? അതെ, നമ്മുടെ കല്ലൂസ് ഒന്നും രണ്ടുപേരും പാട്ടിൽ ഉറങ്ങുന്ന ടൈപ്പ് അല്ല. എന്റെ പൊന്നളിയാ, ഞാൻ ഒരു 10-16 തവണ ഈ ഉണ്ണി വാവാവോ പാടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കുരിപ്പ് ഉറങ്ങിയിട്ടില്ല, അറിയൂ? 16 തവണയോ? പിന്നെ എന്റെ തൊണ്ടയില വെള്ളം പറ്റിയിട്ടുണ്ട്. മിനിമം ഒരു 2 തവണയെങ്കിലും ഫുൾ ഇത് പാടി കൊടുക്കാതെ അവൾ ഉറങ്ങൂല. 2 തവണ പാടണം അല്ലേ? ഇരിക്കട്ടെ. അതിന്റെ മൊത്തം കരയല്ലേ? ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ ഉണ്ണി വാവോ പൊന്നുണ്ണി. ചേച്ചി അളിയത് ഏറ്റു പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഞാനും വിചാരിച്ചില്ല. പാവാടാ, ആ കാണുന്ന പൊക്കം മണ്ണൊക്കെ മാത്രമേ ഉള്ളൂ. പിഞ്ചു മനസ്സാ, പിള്ളേരുടെ മനസ്സാ. പിള്ളേരുടെ മനസ്സ് ഞാൻ സെറ്റാക്കി തരാം. നീ സെറ്റാക്കണ്ട, ഞാൻ ആയിക്കോട്ടെ. ഇന്നത്തേക്കല്ലേ കറിയണേ? നടുക്ക് സൗണ്ട് കൂട്ടണോ? അലത്തോട്ട് ആ കരച്ചില് കൂടി. ഒന്നുകൂടെ താരോട്ടോട്ട് ഓടി ഉറങ്ങ്. നല്ല രസം. മാമ അവിടെ നില്ലേ. கேசு என்னடா இது? பாய், பாலை, பேசினு, அதுல தண்ணி, சோப்பு, என்னது? ഇതാണ് என்னது? കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള പരിപാടി. எந்த குஞ்சு? കുഞ്ഞ என்ன சொன்ன? അത് വേറെ ആരുമില്ല, നമ്മുടെ കല്ലുവിനെ കുളിപ്പിക്കാൻ പോണ്. அதுக்கு கல்லு பாரு குழிப்பழத்தில் தானே இருக்காங்க. അന്ത കല്ലുവല്ല, ഇന്ത കല്ലു. ഞാൻ നേരത്തെ കൊണ്ടുവന്ന അളിയന്റെ ഒരു കല്ലുവിനെ കൊടുത്തോ. ஓ, அந்த பாவ குழந்தையா? വാവ പാവ കൊളത്ത തന്നെ. டேய், நீ என்னடா சீரியஸ் ஆவா? പിന്നെ ബാക്കി എല്ലാരും സീരിയസ് ആയിട്ട് ആകുമ്പോ എനിക്ക് കോമഡി ആവാൻ പറ്റൂ അല്ലേ? ഓടി വാ. പറയല്ലേ എന്തുവാ? നീ ഇവിടെ നിന്ന് കുളിക്കാൻ പോന്നോ? ഞാനാ? ഇത് എനിക്കല്ല, അളിയനെ വിളി. അളിയനെ ഇവിടെ നിന്ന് കുളിക്കാൻ പോന്നോ? തന്നെ പാളെ കിടത്തി കുളിപ്പിക്കാൻ പോണു. അളിയനല്ലെന്ന്, പിന്നെ കല്ലുവിനെ കുളിപ്പിക്കാൻ. എപ്പടി ഓക്കെ അല്ലേ? അളിയനെ വിളി. ആ
ഇതാ കുളിക്കണ്ടേ? കുളിക്കണ്ടായിരുന്നോ? ഞാൻ കുളിച്ചാ. ഐ മീൻ കുളിപ്പിക്കണ്ടേ ആരെ? കൊച്ചിനെ. കല്ലൂസിനെയാ? ഓ, അവള് കുഴിപ്പടത്തല്ലേടാ. കല്ലു കുഴപ്പമുള്ളതാണ്. നമ്മുടെ കല്ലു ഇവിടെ ഉണ്ടല്ലോ. ആ, നമ്മുടെ കൊച്ചു കല്ലു. കൊച്ചു കല്ലു. കൊച്ചു കല്ലൂനെ കുളിപ്പിക്കണ്ടേ? എടാ, കൊച്ചുകല്ല് നല്ല ഉറക്കമാ. ഞാൻ ഒരു വിധത്തിൽ പാടി 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 ഉറക്കിയേ. അത്രയും കരച്ചിലായിരുന്നു. കൊറേട്ട് കരയിപ്പിച്ചല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. കരയുന്നു. പോയി കൊച്ചിനെ എടുത്തോണ്ടാ. കരയുന്ന കൊച്ചിനെ എങ്ങനെയല്ലേ ചൂസെ കുളിപ്പിക്കണേ? അച്ചടാ, കുഴപ്പമില്ല. കരയുന്ന കൊച്ചിനെ എടുത്തോണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ കൊച്ചു കരച്ചിൽ നിർത്തും. എടുത്തോളൂ, പെട്ടെന്നോട്. ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കേ. അതിന്റെ ബാറ്ററി മാറ്റണം കേട്ടോ. പാവം. കരഞ്ഞേ. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാം നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക് നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള് കറക്റ്റ് സമയം. കല്ലൂസ് കരയാണ്. നമ്മുടെ കുഞ്ഞിക്കല്ലു. ഏത് കല്ലു? പാവക്കല്ലു. എനിക്കത് കൊച്ചു കരയണമെന്ന് എന്നെ ഉറക്ക്. ഉറക്കാനോ? ഉറങ്ങട്ടെ. ഇല്ല ഇല്ല ഇല്ല, അതെ എണീക്ക് 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 എണീക്ക്. എന്റെ പൊന്നു വെച്ചു ഈ സമയത്ത് അത് കൊച്ചു കരയണം ചിത്തു. ഏത് കൊച്ച്? എന്റെ പൊന്നില്ല ജ്യൂസ് ഈ കളി ഇവിടെ നിർത്തിക്ക്. പാതിരാത്രിയും കണ്ടേ, ഒന്ന് ഉറങ്ങിക്കോട്ടെ. അത് പറ്റൂല, കളിയൊന്നും നിർത്താൻ പറ്റൂല. നീയല്ലേ പറഞ്ഞേ കല്ലൂസ് കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് നിനക്ക് അവിടെ നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒരുപാട് മിസ് ചെയ്യണമെന്ന്. നോക്കിക്കോ. സമയം എത്രയായി? സമയം 12:45 കഴിഞ്ഞ്. 12:45 ഉറങ്ങട്ടെ. ഞാനിവിടെ കരച്ചിൽ കൂട്ടിക്കൊണ്ടേ ഇരിക്കും. എണീറ്റിട്ട് കൊച്ചിനെ ഉറക്കണം. ഉറക്കണമെന്നോ? പാട്ട് പാടണം, ചിലപ്പോ നടക്കണ്ട വരും.
എന്നിട്ട് പ്ലീസ് ഒന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ പൊന്നു സിദ്ധു, കൊച്ചിനെ ഇങ്ങനെ അടുത്ത് കിടന്ന് കയറിയാൽ കൊച്ചു കിടന്ന് ഉറങ്ങത്തില്ല. നമ്മുടെ കല്ലുണ്ടല്ലോ, കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു 1-1.5 മണിയാകുമ്പോൾ എണീക്കും. എണീറ്റിട്ട് 4 മണി വരെ കരച്ചിലായിരിക്കും. അത്രയും നേരം നമ്മളിരുന്ന് പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടേ നടന്ന് വേണം ഉറക്കാൻ. അപ്പൊ നീ പറഞ്ഞു വരുന്ന 4 മണി വരെ ഞാൻ ഈ പാവയായിട്ടിരിക്കണമെന്നാണോ? അതെ, ഫോണിൽ ഞാൻ എല്ലാം വെച്ചോളാം. ചാച്ചിക്കോട്ടോ, കൊച്ചുറങ്ങി. കൊച്ചങ്ങനെ ഉറങ്ങൂല. എണീക്ക് ഇല്ലെങ്കിൽ ഞാൻ അതേ സൗണ്ട് കൂട്ടും. അവളെ കൊണ്ട് കൊച്ചിന് മര്യാദക്ക് പിടിക്ക്. അച്ഛന്റെ കുഞ്ഞാവോ അങ്ങനെ കാണിച്ചാൽ ഒന്നും കല്ലൂസ് ഉറങ്ങൂല. എണീറ്റ് നടക്കണം. നടക്കണായിരിക്കും അല്ലേ നീ? നീ വാവാവോ നീ വാവാവോ. നീലപ്പീലി പഠിക്കും. നീലപ്പീലി കണ്ണും പൂട്ടി ഉണ്ണി വാവാവോ. അലയോ അലയോ, എന്റെ പൊന്നളിയാ, ഡിസ്റ്റർബ് ചെയ്യല്ലടാ, ഉറങ്ങിക്കോട്ടെ. എന്താ എവിടെ വന്ന് കിടക്കണേ? എടാ അളിയാ, രാവിലെ 4 മണി വരെ ഞാൻ ഈ കൊച്ചിനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിനക്കറിയോ? ഓ, അളിയന് കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? കഷ്ടപ്പാടായിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ല, പക്ഷെ കരച്ചിലിച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. ഇതൊന്നും അല്ലായിരുന്നു, ഇതിന്റെ ഡബിൾ ആയിരുന്നു കല്ലൂസ് ചെറുതിലെ, അറിയൂ? പിന്നെ കരഞ്ഞെടുത്ത് പൊടിച്ച് വിളിച്ചാണ് നാശിപ്പിച്ചുള്ളൂ. കൊറേയൊക്കെ എനിക്ക് അറിയാടാ. അളിയന് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ അനുഭവിച്ചോണ്ടിരിക്കണേ, അതുകൊണ്ട് അനുഭവിച്ചു. അളിയനെ വേറൊരു കഥ അറിയൂ? ഈ കുരുപ്പ് ഒരു റൂമിൽ കൂടെ നല്ല ഉറക്കമായിരുന്നു. ചേച്ചി എന്താ കഷ്ടപ്പെട്ട് ഇടത്തേക്ക് ഉറക്കിട്ട് പോയതാണ്. അപ്പൊ ഞാൻ വഴി കൂടെ പോയപ്പോ ഞാൻ ഒരു പാട്ടും പാടിക്കൊണ്ട് പോയി. ഇത് കേട്ടത് എവിടെ ടക്കന് ഞെട്ടി ചാടി ഒരു എണീപ്പും കരച്ചില് ബഹളം വിളി. എന്റെ പൊന്നളിയാ, പിന്നെ ചേച്ചി വന്നിട്ട് എന്നെ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. അവസാനം എന്തേന്നറിയോ? എവളെ എടുത്ത് എന്റെ കയ്യിലോട്ട് ഇങ്ങോട്ട് തന്നിട്ട് പറഞ്ഞ് നീ കരച്ചില് മാറ്റിയിട്ട് കൊണ്ടുവന്ന് കിടത്തി ഉറക്കാൻ. എങ്ങനെ ഇരിക്കുന്നു? കൊറേ കഷ്ടപ്പെട്ട്. ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നൊക്കെ നല്ല രസമുള്ള കാര്യമാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ മോനെ. അറിയാം. ആ സമയത്തെ എല്ലാ പെണ്ണുങ്ങളും അത് ആഗ്രഹിക്കുകയും ചെയ്യും. ആ അളിയാ, ഒന്നുമില്ല, ഞാൻ വേറെ സംഭവം പറയാൻ വന്നേ, പറയട്ടാ. ഇതേപോലെ ഒരു ദിവസം ചേച്ചി എവളെ ഉറക്കിയിട്ട് കല്ലൂനെ ഉറക്കി കഷ്ടപ്പെട്ട് വെളുപ്പിന് 4 മണിക്ക് എങ്ങോട്ട് ഇതേപോലെ ഒന്നും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ കല്ല് കൈ കിടന്നുറങ്ങുന്നുണ്ട്, ലച്ചേച്ചിയും കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് അളിയൻ്റെ പേരും വിളിക്കുന്നുണ്ട്. എന്തിനാണിത് സംഭവം? എണീറ്റപ്പോൾ ഞാൻ ചോദിച്ചു എന്തിരെന്ന്. പറയണ്ടേ, അത് വേറെ സ്വപ്നം കണ്ട് കണ്ണിൽ പൊടി പോയി, മറ്റേതാണ് മറിച്ചാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചിയും പോയി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കല്ലൂസേ, നമ്മുടെ അമ്മ എവിടെടാ? അമ്മയെ കാണുന്നില്ലല്ലോ. അവിടെ ഇരിക്കുന്നുണ്ടെന്നാ. ഞാൻ നമുക്ക് അമ്മയുടെ അടുത്തൊത്ത് പോവാം. ഹായ് പറ
അമ്മയുടെ അടുത്ത് ഹായ് പറ. ഹായ്. കല്ലൂസേ, അമ്മ എന്തോ വലിയ ആലോചനയിലാണല്ലോ. നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അമ്മയുടെ അടുത്ത് മൈൻഡ് ചെയ്യാൻ പറഞ്ഞേ. ലച്ചൂസേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നതിന് എന്ത് കഷ്ടപ്പാട്, നല്ല രസമുള്ള പരിപാടിയാന്നൊക്കെ. ഞാനത് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എനിക്കറിയാടോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ സമയത്ത് എനിക്ക് ലീവ് കിട്ടണ്ടേ. ഞാൻ നിന്നെയും കൊച്ചിനെ എന്തോരോ മിസ് ചെയ്തേക്കണേ. ലച്ചൂസ്, കല്ലു ഈസ് വെയിറ്റിംഗ് ഫോർ യു. എന്താണോ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിദ്ധു പറഞ്ഞ പോലെ അത്യാവശ്യം രസമുള്ള പരിപാടിയാണ്. ഞാനത് കുറെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ച പെയിൻ ഉണ്ടല്ലോ, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ചില ദിവസങ്ങളിലുണ്ടല്ലോ നമുക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല. കല്ലൂസ് ഇതേപോലെ 12 മണി 1 മണി 2 മണിക്കൊക്കെ രാത്രി എണീക്കും. നേരം വെളുക്കണ വരെ കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റാൻ നിൽക്കണം, പാട്ട് പാടാൻ നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അങ്ങനെ ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആകുമ്പോണ്ടല്ലോ മനുഷ്യൻ്റെ കിളിയൊക്കെ പോയി തുടങ്ങും. പിന്നെ അവൾ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉള്ളിലെ വിഷമവും സങ്കടമൊക്കെ പുറത്തോട്ട് വരണമല്ലോ. അപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കിടന്ന് കരയും. ആ സമയത്തൊക്കെ നിന്നെ വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചില്ല. സത്യം പറയാലോ, ആ സമയത്തൊക്കെ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവൂടോ. മനസ്സിലാവുകയാണെങ്കിൽ നല്ലത്. പിന്നെ പ്രഗ്നൻസിയുടെ ആ ഒരു ടൈം പീരീഡും ഉണ്ടല്ലോ, അയ്യോ അതാണ് ശരിക്കും നമ്മുടെ കിളിയൊക്കെ പോകുന്നത്. നമുക്ക് നമ്മുടെ ഇമോഷൻസ് തന്നെ മനസ്സിലാവൂലേ, എന്തൊക്കെയാ ഒരേ സമയത്ത് വരുന്നത്. സങ്കടം, വിഷമം, ദേഷ്യം, പല പല മൂഡ് സ്വിങ്സ്, പല പല ഇമോഷൻസ്. എന്തോ ഭാഗ്യത്തിന് ഡിപ്രഷനിലേക്ക് പോയില്ല. പിന്നെ എനിക്കറിയാം സിദ്ധു, നിനക്ക് ഞങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. പക്ഷെ അതിലും ഒരു 100 ഇരട്ടി ഞങ്ങൾക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർമ്മ വരും. ലൈഫല്ലേ, കുഴപ്പമില്ല. അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. അമ്മയോട് പറ, വിഷമിക്കലെന്ന് പറ. ഇനി എന്നും അച്ഛനും കല്ലൂസും അമ്മയുടെ കൂടെ തന്നെ കാണും. ഇല്ലേ കല്ലൂസേ? കല്ലൂസേ, അച്ഛൻ്റെ ഒക്കെ ഇതൊക്കെ വെറും വാക്കാ. അച്ഛൻ ഇതൊക്കെ പറയുകയും ചെയ്യും, എന്നിട്ട് അടുത്ത ദിവസം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോവുകയും ചെയ്യും. കല്ലൂസേ അമ്മയുടെ മോള. അങ്ങനൊന്നും പോത്തൊന്നുമില്ല. പിന്നെ അങ്ങനൊന്നും പോകും. ഓനോ അമ്മയത്ത് പായാവേ. കല്ലൂസിനെ ഒരു പാട്ട് കേൾക്കണോ? പാട്ട് പാടിക്കൊടുക്കും. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ.